ധ്യാനും വിനീതും മറ്റു ബന്ധുക്കളും ചേർന്ന് ചിതയിലേക്ക് എടുക്കുകയാണ് ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം. കേരളം വിട നൽകുകയാണ്. കേരളം കണ്ണീരണിഞ്ഞ് അശ്രുപൂജ നൽകുകയാണ്. അന്തിമാഭിവാദനം നേരുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാര വിട. നിങ്ങൾ സമ്മാനിച്ച കഥാപാത്രങ്ങൾ നിങ്ങളെ ഈ ഭാഷ ഉള്ളിടത്തോളം കാലം അനശ്വരനാക്കും. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയപ്പെട്ട കഥാകാരൻ, പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ, പ്രിയപ്പെട്ട സംവിധായകൻ, വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള എന്നീ 2 ചലച്ചിത്രങ്ങൾ മാത്രം മതി ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രതിഭയെ മലയാള സിനിമയുടെ, മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അതിൽ അടയാളപ്പെടുത്തുവാൻ, രേഖപ്പെടുത്തുവാൻ. ശ്രീനിവാസന് വിട നൽകുകയാണ്. ശ്രീനിവാസൻ കഥാവശേഷനാകുമ്പോൾ ശേഷിക്കുന്ന ഒരു വലിയ രചനാലോകം, കഥാപ്രപഞ്ചം, ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. കഥ പറഞ്ഞ് പറഞ്ഞ് കഥയായി മാറിയ ഒരാൾ. വികാരവായ്പോടെ, കണ്ണീരോടെ കേരളം ശ്രീനിവാസന് ഒരിട നൽകുന്നു. ചിതയിലേക്ക് ഈ അദ്ദേഹം. മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ്റേത്. അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുകയാണ്. മണ്ണിൽ ചവിട്ടി നിന്ന മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകനായിരുന്നു ശ്രീനിവാസൻ. മണ്ണിൽ ചവിട്ടി നിന്ന മനുഷ്യരുടെ കഥ പറഞ്ഞ ചലച്ചിത്രകാരനായിരുന്നു ശ്രീനിവാസൻ. ആ ശ്രീനിവാസൻ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. സംസ്ഥാനം ഔദ്യോഗികമായി ശ്രീനിവാസന് വിട നൽകും. മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് ചിതയിലേക്ക് അഗ്നി പകരുക, അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. മൂത്ത മകനായ വിനീത് ശ്രീനിവാസനാണ്. ചിതയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തിരിക്കുന്നു. ഈ ചിതയെരിഞ്ഞ് അതിലെ കനലുകൾ കെട്ടാലും ശ്രീനിവാസൻ കൊളുത്തിയ അഗ്നി നമ്മുടെ സമൂഹത്തിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടേയിരിക്കും. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ, പ്രിയപ്പെട്ട കഥാകാരൻ, പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീനിവാസൻ മടങ്ങുകയാണ്.